നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കാരണം ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ഉച്ചബലവാനാണെങ്കിലും അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചാരവശാൽ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന അത്ര ഗുണമില്ല. അഷ്ടമേ ഹരദോബാലി എന്ന് പറയുന്ന യോഗമാണ്. മനസ്സറിയാത്ത കാര്യത്തിലെ തടസ്സങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലും നമ്മുടെ അഭിവൃദ്ധിക്ക് തടസ്സം വരുത്താൻ സാധ്യതയുള്ളൊരു മാസമാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് നിവർത്തി സ്ഥാനത്ത് 5-ാം ഭാവാധിപതി 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ദുരിത ഭവനാധിപതിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകുക, ദാമ്പത്യ പ്രതിസന്ധി പോലുള്ള കാര്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, നടുവേദന പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുക. അതേപോലെ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും ക്ഷീണം, വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുമ്പോൾ അലസതയും നിരാശയൊക്കെ ഉണ്ടാകുക, ഒരു കാര്യത്തിന് ഉന്മേഷം ഉണ്ടാകാതിരിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് പോലെ ഉള്ള ഒരു നിരാശയുടേതായിരിക്കുന്നൊരവസ്ഥ. ഭാതൃഗത ശൗര്യം എന്ന് പറയുന്ന യോഗം കൂടിയുള്ള കാരണം സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നും. കഴുത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, സഹോദര സ്ഥാനത്ത് സഹോദരി സ്ഥാനത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നും വരുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഭദ്രായോഗമുണ്ട്. ലഗ്നാൽ 10-ാം ഭാവത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്ന പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് അത് നേതൃത്വ സ്ഥാനാധിപത്യം തരും. അതായത് 10 പേര് കൂടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നേതൃസ്ഥാനത്തെത്തി മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും. അതേപോലെ ഭാഗ്യാധിപതി ബലവാനാണ്. പക്ഷേ ഭാഗ്യസ്ഥാനത്ത് എണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ടും ഭാഗ്യത്തിനും ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്നൊരു യോഗമുണ്ട്. സർവാഭിഷ്ട സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട്. ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ്. എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നാൽ ഈ പറയുന്ന രീതിയിൽ എല്ലാ ഭാഗ്യ അനുഭവങ്ങൾക്കും യോഗമുണ്ട്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. എന്നാൽ പോലും കാലിൻ്റെ നടു മുതൽ മുട്ടുവരെയുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തൊഴിൽ, അപ്പം കർമാധിപതി ബലവാനാണെങ്കിൽ പോലും കർമ്മസ്ഥാനത്തേക്ക് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ ദുരിത ഭവനാധിപത്യം വഹിച്ചിട്ടാണ് ലഗ്നാൽ 7-ൽ ചൊവ്വ നിൽക്കുന്നത്. അതും ഈ പറഞ്ഞ രീതിയിൽ എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരുത്താനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾക്ക് യോഗമുള്ള സമയമാണ്. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകാം, അല്ലെ ഭാര്യയുടെ ദേഷ്യം എടുത്തേട്ടം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം ഇത് കൊണ്ടൊക്കെ മൊത്തത്തിലൊരു ടെൻഷനും പ്രശ്നങ്ങളും സ്വസ്ഥതക്കുറവും തൊഴിലിനെയും ബാധിക്കാനുള്ള സാധ്യതയാണല്ലോ. അപ്പോൾ എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അതേപോലെ കണ്ടകശനി ദോഷത്തിനുള്ള പരിഹാരം ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയോ ശനി പൂജ ചെയ്യുകയോ ചെയ്തിട്ട് ശനിദോഷ പരിഹാരം വന്നാൽ വലിയ ദോഷമില്ലാതെ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.